അപ്പോൾ ഇന്നലെ എൻ്റെ മോള് സാറിൻ്റെ സ്പീച്ച് കേട്ടിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് പഠിച്ച ഒരാളെ പോലെ തോന്നി എന്ന് പറഞ്ഞു അവള്. സാധാരണ ഇപ്പോഴത്തെ അവളുടെ ഫ്രണ്ട്സൊക്കെ കമ്പൽഡ് ആണ്, അവർ ചിലപ്പോൾ അത്ര ആസ്വദിച്ചൊന്നുമല്ല പഠിക്കുന്നത്. എങ്ങനെയാ ആ ഒരു ആസ്വാദനം ചെറുപ്പത്തിലേ എങ്ങനെ ഉണ്ടായിരുന്നു സയൻസിനോടോ അങ്ങനെ സ്പേസിനോടോ ഉണ്ടായിരുന്നു. അത് ഒക്കെ? ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായൊരു സ്വഭാവമാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും സ്കൂളിൽ പോയിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ആരും ജോലിക്കാരായിരുന്നില്ല. സർക്കാർ ജോലിക്കാരോ അങ്ങനെ ഒരു ജോലിക്കാരും ആയിരുന്നില്ല. കൃഷിയൊക്കെ തന്നെയായിരുന്നു. എന്നാലും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കാൻ അറിയാം. പുരാണങ്ങളും സാഹിത്യ പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നവരായിരുന്നു. എൻ്റെ അച്ഛനുമാകട്ടെ, അച്ഛനും അധികമൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹവും 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ടീച്ചർ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഹിന്ദി അധ്യാപകനായ ആളാണ്. പക്ഷേ സ്വയം പഠിച്ചവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഒരുപാട് വായനയുണ്ടായിരുന്നു. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വായിക്കും. വേൾഡ് ക്ലാസിക്കുകളാണ് അവരൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. റഷ്യൻ, അമേരിക്കൻ, ഇന്ത്യൻ പല പല ബുക്കുകളുടെ എല്ലാം ട്രാൻസ്ലേഷനുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ളത്. അതൊക്കെ വായിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഞങ്ങളും വായനക്കാരായിരുന്നു. ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയത്തിയും ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പോയത്. അപ്പോൾ ആ വായനയാണ് ഞങ്ങളാക്കിയത്. അപ്പോൾ ചുറ്റുമുള്ള മറ്റ് പലരെക്കാളുമൊക്കെ ജനറൽ നോളജ്, അവയർനെസ്, സ്വന്തമായ അഭിപ്രായങ്ങൾ, പഠിക്കാനുള്ള താല്പര്യം ആരും നിർബന്ധിക്കാതെ തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ള ആ സ്വഭാവമാണ് സ്കൂളുകളിൽ എക്സൽ ചെയ്യാനും സാധിച്ചത്, വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു വില്ലേജ് ആയിരുന്നെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വന്നിരുന്നു.